കേരളത്തിലെ നാടൻ കുരങ്ങുകൾ അവയെ നിയമാനുസൃതം നിയന്ത്രിക്കുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണത്തിൻ്റെ നിയമത്തിൽ ഷെഡ്യൂൾ 1 നിന്നും 2 മാറ്റണം എന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ജനവാസ മേഖലയിൽ ഇവയുടെ വംശവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനായി ജനന നിയന്ത്രണം ഉൾപ്പെടെയുള്ള കർമ്മ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കാട്ടുപന്നികൾ മനുഷ്യജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്നവയാണ്. അവയെ നേരിടുന്നതിനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകിയത് ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി പുനഃസ്ഥാപന നയത്തിൻ്റെ ഭാഗമായി വനത്തിനുള്ളിലുള്ള വിദേശ ഏകവിളത്തോട്ടങ്ങൾ, അക്കേഷ്യ, യൂക്കാലിപ്സ് തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കാനാണ് കണ്ടിട്ടുള്ളത്. പകരം സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. ഇതുവരെ 1584 ഹെക്ടർ ഏകവിളത്തോട്ടങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവിക വനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ വിവിധ സർക്കിളുകളിലായി 5031 ഹെക്ടർ സ്ഥലത്ത് ഈ പ്രവൃത്തികൾ തുടർന്നു വരികയാണ്. അതോടൊപ്പം ആക്രമണത്തിനിരയായവർക്ക് നഷ്ടപരിഹാര വിതരണം അത് നല്ല രീതിയിൽ കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിന് വിധേയരായി മരണമടയുന്നവരുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുക 10 ലക്ഷം രൂപയാണ്. വനത്തിന് പുറത്ത് പാമ്പ് കടിയേറ്റോ തേനീച്ചയുടെയോ കടന്നലിൻ്റെയോ കുത്തേറ്റോ സംഭവിക്കുന്ന ജീവഹാനിക്കുള്ള നഷ്ടപരിഹാര തുക ഇരട്ടിയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ വന്യജീവി ആക്രമണങ്ങളിൽ ജീവഹാനി സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാരമായി 79,14,00,000 രൂപ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2023-24 കാലഘട്ടമായപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകരിൽ 95% നഷ്ടപരിഹാരം വിതരണം ചെയ്ത് കഴിഞ്ഞു. ഇതിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് വളരെ തുച്ഛമായ തുക മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത്. ഇത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ പലതവണയായി വെക്കുകയുണ്ടായി. പക്ഷേ നാളിതുവരെ അനുകൂല സമീപനമുണ്ടായിട്ടില്ല. എന്നാൽ ഇത്തരമൊരു വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നിലയല്ല സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 70 കോടി രൂപ വന്യജീവി ആക്രമണ ലഘൂകരണ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇതുമായി മാത്രമല്ല, സംസ്ഥാനം മുന്നോട്ട് വച്ചിട്ടുള്ള പല ആവശ്യങ്ങളുണ്ട്.
അവയോടൊന്നിനോടും അനുകൂലമായി പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നൊരു പ്രതികൂലാവസ്ഥ നാം നേരിടുന്നുണ്ട്. ഇപ്പോൾ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കൽ കേരളത്തിനൊരു ആവശ്യമാണ്. പക്ഷേ കേന്ദ്രം അത് തള്ളുകയാണുണ്ടായത്. വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ 1, 2 പട്ടികകളിൽപ്പെട്ട എല്ലാ മൃഗങ്ങളും വനത്തിനകത്തായാലും പുറത്തായാലും വന്യജീവികളാണ്. ഈ നിയമത്തിൽ മാറ്റം വരുത്താനാകില്ല എന്നതാണ് കേന്ദ്ര നിലപാട്. അപകടകാരികളായ മൃഗങ്ങളെ സംസ്ഥാന സർക്കാരിന് വെടിവെച്ച് കൊല്ലാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ അതിസങ്കീർണമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കടുവയോ പുലിയോ നാട്ടിലിറങ്ങി എന്ന് വിചാരിക്കുക. ഒരു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ പ്രതിനിധി, മൃഗ ഡോക്ടർ, തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി, NGOയുടെ പ്രതിനിധി, DFO, ഇങ്ങനെ 6 അംഗ സമിതി രൂപീകരിക്കണം. ആക്രമണം നടത്തിയ വന്യജീവിയെ ക്യാമറയുടെ സഹായത്തോടെ തിരിച്ചറിഞ്ഞ് കെണിയൊരുക്കണം. 144 പ്രഖ്യാപിച്ച് ജനങ്ങളെ നിയന്ത്രിക്കണം. കെണി ഫലപ്രദമായില്ലെങ്കിൽ മാത്രം മയക്കുവെടി വെക്കാം. പക്ഷേ അപ്പോഴും ഈ വന്യമൃഗം ആരോഗ്യവാനാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കണം. മയക്കുവെടി വെച്ച ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിനുള്ളിലേക്ക് അതിനെ തുറന്നു വിടണം. ഇതാണ് നിയമത്തിലെ വ്യവസ്ഥ. ഇത് ലഘൂകരിക്കൽ ആവശ്യമാണ്. അതാണ് കേരളം ആവശ്യപ്പെടുന്നത്. പക്ഷേ കേന്ദ്രം അതിന് തയ്യാറാകുന്നില്ല. കേന്ദ്രം തയ്യാറാകാതിരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് എങ്ങനെ ശാശ്വത പരിഹാരം കാണാനാകും? ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ മേൽ അകാരണമായി കുറ്റാരോപണം നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാതെ ചിലർ വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ പൂർണ്ണമായി കാണാനും ഉൾക്കൊള്ളാനും പറ്റണം. അതിന് നേരെ പുറംതിരിഞ്ഞ് മറ്റ് കാര്യങ്ങൾ വക്രീകരിച്ച് അവതരിപ്പിക്കുന്നതിൽ ബോധപൂർവമായ ചില നീക്കങ്ങളുണ്ട് എന്നതും നാം മനസ്സിലാക്കണം. നമ്മുടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം അനുഭവപ്പെടുന്ന 400ഓളം പഞ്ചായത്തുകളുണ്ട്. ഇവയിൽ 273 പഞ്ചായത്തുകൾ ഈ പ്രശ്നം കൂടുതലായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ്. അതിൽ തന്നെ 30ഓളം പഞ്ചായത്തുകളിൽ തീവ്രമായ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് ഏത് വിധേനയും പരിഹരിച്ചേ മതിയാവും. കാരണം മനുഷ്യരുടെ ജീവൻ്റെ സുരക്ഷയുടെ പ്രശ്നമാണ്. അത്തരമൊരു ചിന്തയിൽ നിന്നാണ് ഇന്നിവിടെ
സംഘടിപ്പിച്ചിരിക്കുന്ന ഇന്നിവിടെ തുടക്കമാകുന്ന തീവ്രയജ്ഞ പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത്.